എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം ഞാനിവിടെ 200 രൂപയ്ക്ക് വാങ്ങിയതാണ്. ആൻഡ്രോയിഡാണ്, ടച്ച് സ്ക്രീനാണ്. നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്ക് റീസ്റ്റോറേഷൻ വീഡിയോസ് കാണാനാണ് താല്പര്യം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ 99% ആളുകളും കമൻറ്റ് ചെയ്ത് ഈ ഒരു പിങ്ക് നിറത്തിൽ കാണുന്ന ഈ ഒരു സാധനത്തിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. സംഭവം ആൻഡ്രോയിഡാണ്, ടച്ച് സ്ക്രീനാണ്, ടാബിൻ്റെയൊക്കെ പോലെ വേറൊരു സാധനം. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ മേടിച്ചത് തൊടുപുഴ മങ്ങാട്ടുകാലുള്ള ആക്രിക്കടയിൽ നിന്നാണ്. 200 രൂപയാണ് ഇതിനായത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കാണുന്ന ഫിലിപ്സിൻ്റെ റേഡിയോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റേഡിയോയുടെ റീസ്റ്റോറേഷൻ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സാധനം വീണ്ടും ഓണാക്കി എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് 200 രൂപയ്ക്ക് മേടിച്ച സാധനമാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ക്രീനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചായ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് ഓണാക്കി എടുത്താൽ തന്നെയും ഒരു ടച്ച് വർക്കിംഗ് ആകുമെന്നൊന്നും ഒരു പിടുത്തമില്ല. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് 2 ചെവി പോലുള്ള സാധനത്തിൽ ഒരെണ്ണം ഫുള്ളായിട്ട് കീറിപ്പോയേക്കുവാണ്. അതുപോലെ ഇത് കംപ്ലൈൻ്റ് ആയിട്ടാവണം, ഇത് എവിടെയോ സർവീസിന് കൊടുത്താണെന്ന് തോന്നുന്നു. ഇതിൽ ഫോൺ നമ്പറും പേരും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ നിലവിലെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് നമുക്കിതെല്ലാം അഴിച്ച് പീസാക്കിയിട്ട് ഈ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് USB സോക്കറ്റ്, അതുപോലെ മെമ്മറി കാർഡാനുള്ള സോക്കറ്റ്, ചാർജിങ് സോക്കറ്റ്, 2 ഓഡിയോ ചായ്ക്കുണ്ട്. ഒന്ന് ഓഡിയോ ഔട്ടും ഒന്ന് ഓഡിയോ ഇന്നും ആയിരിക്കും. ഈ ഒരു സോക്കറ്റിൽ ഞാൻ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് നോക്കി, സാധനം ഓണാകുന്നില്ല, അനക്കൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതെല്ലാം അഴിച്ച് ഓപ്പൺ ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചെടുക്കണം. അങ്ങനെ ഞാനിത് ഇവിടെ അഴിച്ചത് ഓപ്പൺ ആക്കി എടുത്തപ്പം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ്. ഇതിലുണ്ടായിരുന്ന വയർ കണക്ട് എല്ലാം റിമൂവ് ചെയ്തിട്ടേക്കുവാണ്. ബാറ്ററി എന്നുള്ള വയറെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. എല്ലാ കണക്റ്റുകളും റിമൂവ് ചെയ്തിട്ടേക്കുവാണ്. ചിലപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വന്നപ്പോൾ നന്നാക്കാൻ പറ്റാതായപ്പോൾ ഇത് ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയതായിരിക്കണം. ഈ കാണുന്നതെല്ലാം ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്ത വയറുകളായിരുന്നു. ഇതെല്ലാം റിമൂവ് ചെയ്തിട്ടേക്കുവാണ്. അതുപോലെ ഇത് നേരത്തെ അഴിച്ച ആളാരാണെങ്കിലും ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ബാക്കി ഇടാത്തത് ഇവിടെ സൈഡിൽ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മദർ ബോർഡും ഇതെല്ലാം അഴിച്ച് മാറ്റണം. ഇനി ഇതിൻ്റെ ഈ ഡിസ്പ്ലേ കൂടെ അഴിച്ച് മാറ്റി നമുക്ക് ഇതിൻ്റെ പുറമേയുള്ള കവറും കാര്യങ്ങളെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് കവറിലാണ് ബാറ്ററി അതുപോലെ തന്നെ സ്പീക്കറൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് അഴിച്ച് മാറ്റണം, എന്നിട്ട് വേണം കഴുകാൻ. അതുപോലെ ഇതിലുണ്ടായിരുന്ന 2 സ്പീക്കറും അത്യാവശ്യം നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. 2 സ്പീക്കറുകളുടെയും ഈ ഒരു സൈഡിൽ കൂടെയുള്ള റബ്ബർ പുഷ് പോലുള്ള ഈ സാധനം ദ്രവിച്ച് പോയിട്ടുണ്ട്. ഇതിൽ ടേപ്പ് ചെയ്ത് വെച്ചതിനകത്ത് ഒരുപാട് സ്ക്രൂവും അതുപോലെ 2 ചാർജിങ് സോക്കറ്റും കിട്ടിയതിന്ന്. അപ്പോൾ ഈ 2 ചാർജിങ് സോക്കറ്റ് മാറി മാറി വെച്ച് നോക്കിയതായിരിക്കും. ആദ്യമേ വെച്ചിട്ട് ശരിയായിട്ട് വേറെ ചാർജിങ് സോക്കറ്റ് വെച്ചതായിരിക്കണം. എന്താ കാര്യം എന്നറിയില്ല. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഫുള്ളായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനിന്നിവിടെ സ്പീക്കറും കഴുകുന്നുണ്ട്. സ്പീക്കറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ. സാധാരണ മറ്റുള്ള വീഡിയോയിലെ പോലെ നമ്മൾ ഇതിൻ്റെ മദർ ബോർഡ് കഴുകുന്നില്ല. ഇത് കഴുകിയ പണി കിട്ടും. ഞാനിവിടെ ഇത് കഴുകാനായിട്ട് കാർ ഷാമ്പും ബ്രഷുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു കവറിൽ ഫോൺ നമ്പറും അതുപോലെ ഓണറിൻ്റെ പേരുമാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിൽ സർവീസിന് കൊടുത്തപ്പം അവരെഴുതിയതായിരിക്കണം. ഇത് കുട്ടികൾ ആരാണ്ട് ഉപയോഗിച്ചാന്ന് തോന്നുന്നു. പെൻസിലുകൊണ്ടൊക്കെ ഒരുപാട് കുത്തിവരച്ച പാടുകളൊക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ ഞാനിവിടെ എല്ലാം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. മഴ കാരണം ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ 2 സ്പീക്കറിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിതിന് വീണ്ടും റീഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 3 വാട്ട്സിന് 2 സ്പീക്കറായിരുന്നു ഉണ്ടായിരുന്നത്. 2 സ്പീക്കർ നമ്മൾ റീഫിറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കവർ ഉണ്ടായിരുന്നു. ഈ ഒരു കവറും കൂടി ഇട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ ഈ ഒരു സ്പീക്കർ ബോക്സ് റെഡിയായി. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൽ നിന്ന് അഴിച്ചു മാറ്റി ഓരോ സാധനവും പഴയതുപോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിനി അടുത്തായിട്ട് ഇതിൻ്റെ സ്ക്രീൻ ഇത് നമുക്കൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇതിൻ്റെ സൈഡുകളെല്ലാം ഒരുപാട് പൊടിമണ്ണ് പോലെയൊക്കെ ഒട്ടിയിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് LCD ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്ക്രീനിൽ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ 2-3 തവണ ക്ലീൻ ലിക്വിഡ് സ്പ്രേ ചെയ്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് വൈപ്പ് ചെയ്തെടുക്കേണ്ടി വന്നു. അങ്ങനെ ഫൈനലായിട്ട് എനിക്ക് ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ക്യാമറ കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതിലെന്തോ പൊടി പോലെയൊക്കെ ഉണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്പ്ലേ ഈ ഒരു ഫ്രണ്ട് പാനലിലേക്ക് പിടിപ്പിക്കാം. ഡിസ്പ്ലേക്ക് ബാക്കിലായിട്ട് ഇതുപോലെ സപ്പോർട്ടിങ് കവറുണ്ട്. അപ്പോൾ ഇതിലാണ് സ്ക്രൂ ചെയ്ത് വെക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ക്യാമറ അത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ പ്ലേസ് ചെയ്യാം, ഇരുന്ന സ്ഥലത്ത് തന്നെ. അതിൽ ഈ കാണുന്നതാണ് മദർ ബോർഡ്. മദർ ബോർഡിൽ ചാർജിങ് സോക്കറ്റ് മാറിയിട്ടുണ്ട്. പുതിയ ചാർജിങ് സോക്കറ്റാണ് ഇരിക്കുന്നത്. ഞാൻ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് നോക്കിയിരുന്നു, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ബാറ്ററി ഡിസ്കണക്റ്റ് ആയി കിടന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മദർ ബോർഡ് നമുക്ക് ഈ ഒരു പാനലിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അതുപോലെ സ്വിച്ചുകളൊക്കെ ഉള്ള പാനൽ ബോർഡും ഫ്രണ്ട് പാനലിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മദർ ബോർഡിൽ നിന്ന് മൈക്കൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇനി അടുത്തായിട്ട് ഈ ഒരു സ്ക്രീനിൽ നിന്ന് 2 സ്ട്രിപ്പുകളാണ് വരുന്നത്. ഈ രണ്ടും നമുക്ക് കറക്റ്റായിട്ട് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം.
അതുപോലെ ഇതിൻ്റെ മദർ ബോർഡ് കണ്ടിട്ട് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല, അതാണ് ഏക പ്രതീക്ഷ. ഈ ഒരു മദർ ബോർഡിലെ ചാർജിങ് സോക്കറ്റ് ഒന്നും മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിയിട്ടും ഇത് ഓണാകാതെ വന്നപ്പോൾ ആയിരിക്കും ഇത് വീണ്ടും ഒന്നും കറക്റ്റായിട്ട് പിടിപ്പിക്കാതെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടത്. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്ന് ഒഴിവാക്കിയതാണെങ്കിൽ ഇത് മൊത്തത്തിൽ നമ്മൾ 3G ആവുകയുള്ളൂ. ഇനി അടുത്തായിട്ട് ക്യാമറയുടെ സ്ട്രിപ്പ് കൂടി കണക്ട് ചെയ്യാം. ക്യാമറയുടെയൊക്കെ സ്ട്രിപ്പ് ഒഴിവാക്കിയിട്ടേക്കുമായിരുന്നു ഡിസ്കണക്ട് ചെയ്ത്. അതുപോലെ ഞാൻ ഇതിനിടയ്ക്ക് ഇതിൻ്റെ ബാറ്ററി ചാർജിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാറ്ററിക്ക് വരാനൊക്കെയില്ല, ചാർജ് കയറുന്നില്ല, ബാറ്ററി ഫുള്ളായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് അത്യാവശ്യം വേണ്ട കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. ഇതിലുണ്ടായിരുന്ന പഴയ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് നോക്കിയിരുന്നു, ചാർജ് കയറുന്നില്ല, ബാറ്ററി ഡാമേജ് ആണ്. അതുകൊണ്ട് ഞാനിവിടെ സെപ്പറേറ്റ് വേറെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഇതാണ് പവർ ബട്ടൺ. ആദ്യം ഞെക്കിയ സമയത്ത് പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല. രണ്ടാമത് നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് പിൻ ടച്ച് എന്നുള്ള ലോഗോ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ആകെ സമാധാനമായത്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് വീണ്ടും ഇങ്ങനെ ഓണാക്കി എടുക്കാൻ പറ്റുന്ന ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. അതുപോലെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണ്ടും ഓണാക്കി എടുക്കുന്നതാണ്. മൊബൈൽ ഫോൺ, ടാബ്, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ ഒന്നാമത് സർവീസിന് കൊടുത്തായിരിക്കും നമ്മുടെ കിട്ടുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആക്രി കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത് വാട്ടർ ഡാമേജ് ഒന്ന് കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്രശ്നം നേരിടാൻ പോകുന്നതിൻ്റെ ടച്ച് വർക്കിംഗ് അല്ലെങ്കിലാണ്. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഓൺ ആകാതിരുന്നുകൊണ്ടായിരിക്കണം ഈ ലോക്ക് കുറേ നേരമായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. എന്തായാലും ഞാനിവിടെ ബാറ്ററി കണക്ട് ചെയ്ത് ഓൺ ചെയ്തപ്പം ഈ ഒരു സ്ക്രീനൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് തന്നെ വലിയ സമാധാനമാണ്. അങ്ങനെ ഫൈനലായിട്ട് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓണായി വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇതിൻ്റെ ടച്ചിന് കുഴപ്പമൊന്നുമില്ല, ടച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള കാര്യം ഇതിൻ്റെ ടച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ലെന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവിടെ ഇപ്പം ടച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ടച്ച് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ റീസ്റ്റോറേഷൻ വീഡിയോയിൽ ചെയ്ത പോലെ ഇതിനും മൗസ് വെച്ച് വർക്ക് ചെയ്യേണ്ടി വന്നേ. അതുപോലെ ഇതിലും ഡേറ്റയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് നിലവിൽ ഞാനിപ്പോൾ ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഇതിന് നിലവിൽ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് ഒരു മൊബൈൽ ചാർജറോട് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. എന്തായാലും ഇതിലുണ്ടായിരുന്ന ചാർജിങ് സോക്കറ്റ് ഇത് എവിടെയോ കൊടുത്ത് മാറിയതാണ്. ഇതിൽ ഞാൻ മൊബൈൽ ചാർജ് ചെയ്ത് കണക്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇത് ഉപയോഗിച്ചിരുന്നത് ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയതായിരിക്കണം. അപ്പോൾ ഇതിലുള്ള ബാറ്ററി ഇത് നമുക്കിങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥ ഇത് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ 2 സാധനങ്ങളാണ് ആവശ്യം. ഒരു ലിഥിയം ബാറ്ററി ചാർജിങ് മൊഡ്യൂളും പിന്നെ ഒരു ചാർജിങ് സോക്കറ്റുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ചാർജിങ് സോക്കറ്റിന് 10 രൂപയും ഈ ഒരു ചാർജിങ് മൊഡ്യൂളിന് 60 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ ചാർജിങ് മൊഡ്യൂളും ചാർജിങ് സോക്കറ്റും ബാറ്ററി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൽ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോക്കറ്റ് നമുക്ക് പുറത്തേക്ക് ഹോളൊക്കെ ഇട്ടെടുക്കാൻ പാടായതിനാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ചാർജിങ് സോക്കറ്റ് എടുത്തു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വയർ അത് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലെ പോസിറ്റീവ് നെഗറ്റീവ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ് മൊഡ്യൂളിൽ B+ എഴുതിയേക്കുന്ന പോയിന്റിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവും B- ബാറ്ററിയുടെ നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ ഔട്ട്പുട്ട് എടുക്കുന്ന ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൽ നിന്ന് അതിനായിട്ട് നമ്മളിവിടെ ഈ വയർ കണക്ടർ ഈ ഒരു ബോർഡിൻ്റെ പ്ലസ് ഔട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ ഈ ഒരു ബാക്കിൽ ഈ ഒരു കവറിൽ ചേർത്തൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. എങ്കിലാണ് നമ്മൾ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേഷനൊക്കെ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ നമുക്ക് കറക്റ്റായിട്ട് പറ്റുന്നുണ്ട് കാണാൻ. ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡും ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ബ്ലൂ ആണ്. ഇതിലെ മദർ ബോർഡിലേക്ക് 2 സ്പീക്കർ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ കണക്ഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം സ്ക്രൂ എല്ലായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ഈ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്ത് കയറിയിട്ട് ഇത് ഓണാക്കി കാണിക്കാം. വീടിന് പുറത്തിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ ഈ സ്ക്രീനൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വീടിനകത്ത് കയറിയേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ ചെവിയോ കൊമ്പോ പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനത്തിൽ ഇതിലും 2 LED ലൈറ്റൊക്കെ ഉണ്ട്. അതിങ്ങനെ പതിയെ ഓട്ടോമാറ്റിക്കലി കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് എല്ലാ രീതിയിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നിലവിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം ഈ ഒരു ഇതിലുണ്ടായിരുന്ന ചാർജിങ് സോക്കറ്റ് അതിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്താൽ ചാർജ് കയറില്ല. പിന്നെ ഇതിലുണ്ടായിരുന്ന ബാറ്ററി ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർജിങ് മൊഡ്യൂളും ബാറ്ററിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലൈൻറ്റുകളൊന്നും നിലവിലില്ല. ടച്ചെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു സാധനം എന്തോ മെയിനായിട്ട് പിള്ളേർ ഉദ്ദേശിച്ചുള്ള സാധനമാണ്. കൂടുതലും ഗെയിമും അങ്ങനെയൊക്കെയുള്ള ഒരു സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും. അതുപോലെ ഇതിൻ്റെ ക്യാമറയ്ക്കും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ക്യാമറ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്ത് പെൻഡ്രൈവും മെമ്മറി കാർഡും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി, രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയും ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ എടുത്ത് റീസ്റ്റോർ ചെയ്യാം. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ ആക്രി കടയിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കുമ്പം അവർ വളരെ കൂടിയ വില പറയും. നമ്മളിത് ശരിയായില്ലെങ്കിൽ തിരിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ തിരിച്ചെടുക്കില്ല. എടുത്താൽ തന്നെയും ചെറിയ വില മാത്രമാണ് തരും. പിന്നെ മിക്കതും ആരെങ്കിലുമൊക്കെ സർവീസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് ശരിയാകാതെ പോകുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കിട്ടുന്നതും. അതുപോലെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.